2012 നിമിഷപ്രിയ എന്ന പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി യമനിൽ നഴ്സായി ജോലി നേടുന്നു. ഭർത്താവ് ടോമി ഒരു സ്വകാര്യ സ്ഥാപനത്തിലും. സ്വന്തമായി ഒരു ക്ലിനിക് തുടങ്ങാൻ ഒരു യമൻ പൗരന്റെ പങ്കാളിത്തം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ അവർ അബ്ദുൾ മഹദി എന്ന യമൻ പൗരന്റെ സഹായത്തോടു കൂടി ഒരു ക്ലിനിക് ആരംഭിക്കുന്നു. ബിസിനസ്സിനായി കൂടുതൽ പണം വേണ്ടി വന്നതിനാൽ ഭർത്താവും നിമിഷയും നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. എന്നാൽ മടങ്ങിപ്പോകുന്നത് നിമിഷ മാത്രമായിരുന്നു. യമനിലേക്ക് പോവാൻ ഭർത്താവ് ശ്രമിച്ചെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് സാധിച്ചില്ല. ബിസിനസ് പങ്കാളിയായി ആദ്യമായി മാന്യമായി പെരുമാറിയെങ്കിലും പിന്നീട് അയാളുടെ സ്വഭാവം മാറാൻ തുടങ്ങി. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റും ഫോട്ടോയും ഉണ്ടാക്കി. നിമിഷ ഭാര്യയാണെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു. മാനസികമായും ശാരീരികമായും പീഡനത്തിന് വിധേയമാക്കി. ബിസിനസ്സിലെ ലാഭം മുഴുവൻ അയാൾ സ്വന്തമാക്കി. പാസ്പോർട്ട് പോലും കൈവശപ്പെടുത്തി. ഓവർഡോസ് മയക്കുമരുന്ന് നൽകിയതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ആക്ഷൻ കൗൺസിൽ ഹർജിയിൽ പറയുന്നത്. എന്നാൽ മരിക്കാൻ ഉദ്ദേശിച്ചല്ല ചെയ്തതെന്നാണ് നിമിഷപ്രിയയുടെ വാദം. എന്നാൽ മൃതദേഹം കണ്ടെത്തിയത് ഇവർ താമസിച്ചിരുന്ന വീട്ടിലെ ജലസംഭരണിയിൽ വെട്ടിനുറുക്കിയ നിലയിലായിരുന്നു. മയക്കുമരുന്ന് കുത്തിവെച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ തനിക്കറിയില്ലെന്നാണ് നിമിഷ കോടതിയിൽ പറയുന്നത്. 2018 വിചാരണയ്ക്ക് ശേഷം യമൻ കോടതി സംഭവത്തിന് കൂട്ടുനിന്ന ഹനാന് ജീവപര്യന്തവും നിമിഷയ്ക്ക് വധശിക്ഷയും വിധിച്ചു. നിമിഷയുടെ മോചനത്തിനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു.